ഒന്നും ആക്കൂല. ആ ഉമ്മാന നിങ്ങൾക്ക് കുറച്ച് വലുതാകുമ്പോക്ക് കല്യാണം കഴിക്കുമ്പോക്ക് വേണ്ടല്ലേ. ഉമ്മ എന്റെ ഭാര്യനോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്ത് ഭാര്യടോ? നീ ഭാര്യനെ എപ്പാ കണ്ടത്? നീ ആദ്യം ദുനിയാവിൽ ഒരു പെണ്ണിനെ കണ്ടത് ഉമ്മയല്ലേ? ഇന്നല്ലേ നിന്റെ ഭാര്യ വന്നത്? ഭാര്യ മരണപ്പെട്ടു, വേറെ പെണ്ണിനെ കെട്ടാൻ ഓപ്ഷനില്ലേ? ഉമ്മ മരണപ്പെട്ടു, തീർന്നടാ. കാഴ്ച പോയ പോലെയാണ്. കണ്ണിന്റെ കാഴ്ച പോകുന്ന പോലെയെന്ന് ഉമ്മ പോവാന്ന് പറഞ്ഞ. കണ്ണിന്റെ കാഴ്ച പോയ ആൾക്ക് ദുനിയാവിൽ ഇനി എന്ത് കൊട്ടാരുണ്ടായിട്ട് എന്താ വേണ്ടത്? ഉമ്മ പോയാൽ ഇനി ആയിരിക്കും നമ്മളിവിടെ ജീവിക്കണത്? ഉമ്മാന്ന് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഉമ്മാനെ വേദനിപ്പിച്ചാല് ഈമാനില്ലാതെ മരിച്ചോ എന്നല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത് അല്ലേ? മക്കള് ശ്രദ്ധിക്കണ്ടേ ഇത്? ഇങ്ങനെ ഗെയിമിൽ ഇങ്ങനെ അഡിക്റ്റ് ആവുക. ഉമ്മ തിന്നാൻ വിളിച്ചാൽ ഞാൻ വരാം, പിന്നെയും കളിക്കാം. ഞാൻ വരാം, പിന്നെയും ഹെഡ്സെറ്റ് തന്നെ, പിന്നെയും കളിക്കാം. എന്തിനാടോ ഇങ്ങനെ? ഈ ഉമ്മ നിനക്ക് വേണ്ടി എത്ര ഭക്ഷണമാക്കി തരുന്നത്, എന്നിട്ടൊന്ന് തിന്നാൻ വിളിച്ചാലും പോവില്ല. എന്തിനാണ് ഈ പാവങ്ങളെ വേദനിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ആരെങ്കിലും രാവിലെ തന്നെ ഉപ്പാനുമ്മാനും തൃപ്തിപ്പെടുത്തിയാൽ അവർക്കതാ രാവിലെ തന്നെ സ്വർഗത്തിന്റെ 2 വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഒരാൾ ഉമ്മനും ഉപ്പനും തൃപ്തിപ്പെടുത്തി, അതാ രാത്രി അയാൾ ഉറങ്ങുമ്പോ സ്വർഗത്തിന്റെ 2 വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കുന്നു. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുമ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുക. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ല ഒരുത്തന്. കുറെ നിസ്കാരമുണ്ട്, കുറെ സംഘടനാ പ്രവർത്തനമുണ്ട്, കുറെ ദീനീ പ്രവർത്തനമുണ്ട്. എന്ത് കാര്യം? ഉപ്പാന്റെ ഉമ്മാനും പൊരുത്തമില്ലാത്തവന്റെ ഒരമലും അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. എനിക്ക് ഇബാദത്ത് ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വേറൊരായത്ത് അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. വലി വാലിദൈക്, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത്. ബുഖാരി ഇമാമിന്റെ ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് എന്താ ഉസ്താദിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാത്തത്? അത് പറയൂ, അത് ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലേ ഉപ്പയും ഉമ്മയും തിന്നണം എന്ന് വിചാരിച്ച ഒരു സാധനം ഉപ്പയും ഉമ്മയും തിന്നണമെന്ന് ആഗ്രഹിച്ചത് അറിയാതെ ഞാൻ അത് എടുത്ത് തിന്നാല് അവരാഗ്രഹിച്ച സാധനം തിന്നലായി പോലെ അത് അദബ്